അസ്സലാമു അലൈക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ലൈഫിൽ നിങ്ങളെ ഗ്രോത്തിനെ പിടിച്ചു നിർത്തുന്ന ഫാക്ടർ എന്താണെന്നുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വളരാൻ പറ്റാത്തതെന്നുള്ളത്. അപ്പോൾ അതിൽ വന്ന കുറേ ആൻസേഴ്സ് ഇങ്ങനെയൊക്കെ ആയിരുന്നു. എൻകറേജ്മെൻ്റ് ഇല്ല, ഒരു തരം പേടിയാണ്, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല, തുടങ്ങാനുള്ള പൈസ ഇല്ല കയ്യിൽ, അങ്ങനെ കുറേ പ്രശ്നങ്ങളാണ് പറഞ്ഞത്. ഞാൻ വളരെ ഓപ്പണായിട്ടൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ ഒരു പ്രശ്നമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ മൈൻഡിൽ ആ ചിന്തന മാറ്റുക എന്നുള്ളതിൽ മാത്രമാണ്. കാരണം എന്താണെന്നറിയോ, ദ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് എന്നുള്ള ഒരു പുസ്തകമുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ വളരെ ഇഷ്ടത്തോടെ വായിച്ചിരുന്ന, ഞാൻ വളരെ അഡിക്റ്റഡ് ആയി പോയിട്ടുള്ളൊരു പുസ്തകമാണത്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു തോട്ടാണ്, നമ്മൾ എത്രത്തോളം വലുതായിട്ട് ചിന്തിക്കുന്നോ അത്രയും വലുതായിട്ട് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ചിന്തകളും മാത്രമല്ല മാറുന്നത്, മറിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓപ്പർച്യൂണിറ്റീസും മാറുന്നുള്ളത്. ഇതിന് കൃത്യമായിട്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഈ ബാക്കിൽ കാണുന്ന പാടം കണ്ടോ നിങ്ങൾ? ഈ പാടത്ത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വളരെ പ്രതീക്ഷയോടെ ഞാൻ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എനിക്ക് പണ്ട് മുതലേ തിങ്കിങ് എന്നുള്ളൊരു സാധനം ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുമായിരുന്നു, ലൈഫിൽ എനിക്ക് എന്തെങ്കിലും ഒരു പോസിബിലിറ്റി എൻ്റെ ലൈഫിലുണ്ടാവുമോ, എനിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ എന്നൊക്കെ. ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ മൈൻഡിൽ ഒരു ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവുന്നൊരു തോട്ട് തന്നെ. പക്ഷേ ആ ഒരു സമയത്തും എൻ്റെ ഡ്രീംസ് എപ്പോഴും ആകാശത്തായിരുന്നു, അതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ സാഹചര്യങ്ങളാണെങ്കിൽ വളരെ ലിമിറ്റഡും. എന്നാൽ ഇന്നൊരു 23 വയസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് സ്വന്തം പേരിലൊരു പുസ്തകമൊക്കെ ഇറക്കി, ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി PG ഒക്കെ കഴിഞ്ഞ്, എന്താ പറയുക, കേരളത്തിലെ വൺ ഓഫ് ദ ലീഡിങ് എറ്റിക്കിൽ വർക്ക് ചെയ്യുന്ന ഒരു, എന്താ പറയുക, അങ്ങനെയൊക്കെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചെന്നറിയോ? ഞാൻ എൻ്റെ തോട്ട്സിൽ കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ട് മാത്രം വന്നതാണ്. ഞാൻ എൻ്റെ തിങ്കിങ്ങിൽ, എൻ്റെ ചിന്തകളിൽ ഞാൻ കോംപ്രമൈസ് ചെയ്യാത്തതുകൊണ്ട് മാത്രം വന്നൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറേ ബാരിയേഴ്സ് നിങ്ങളുടെ മുന്നിലുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഇതൊന്നും പ്രശ്നമല്ല. എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്, നിങ്ങളുടെ ഉള്ളിലൊരു ഡ്രീമും ഡിസയറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി നടന്നോളും എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് എൻകറേജ്മെൻറ്റ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഫിയർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല തുടങ്ങാൻ, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന് അറിയില്ല, ഒക്കെ ഉണ്ടായിക്കോട്ടെ, പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ. പ്രശ്നങ്ങളോട് നമുക്കിപ്പോൾ ഇന്ന് തന്നെ പോയിട്ട് ടാറ്റ ബൈ ബൈ എന്ന് പറയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, സാരില്ല. പക്ഷെ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, ഓരോ സ്റ്റെപ്പ് എടുക്കാമല്ലോ, ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുക്കാമല്ലോ. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതിലേക്ക് ഏറ്റവും ചെറുതായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ഏറ്റവും മികച്ചതിലേക്ക് പോകുക എന്നുള്ളതാണ്. അതിനുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ദുനിയാവ് തന്നെ നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. കുറേ മനോഹരമായ അവസരങ്ങൾ ഇവിടെ ഉണ്ട്. അത് നമ്മളിങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് മാത്രമേ ഒരു ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ പലതും തുടങ്ങാൻ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് മാത്രമാണ്. ബിബ്ലിയോഫൈലിക് ഇൻസാനിറ്റീസുമായിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് ബുക്കിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഫസ്റ്റ് ബുക്കിൻ്റെ ഒരു 25% പോലും ഞാൻ എഴുതി തീർന്നിട്ടില്ല. പക്ഷേ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു, ഞാൻ പറഞ്ഞ ഡേറ്റിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളത്, ഞാൻ ആ ഡേറ്റിൽ സാധനം കൊടുക്കും എന്നുള്ളത് എൻ്റെ ഉള്ളിലെ കോൺഫിഡൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ചില സമയത്തൊക്കെ നമുക്ക് കോൺഫിഡൻസ് മാത്രമാണ് വേണ്ടത്. നമുക്കങ്ങനെ നമ്മൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടം പോലെ മുന്നിൽ തെളിയുമെന്നുള്ളതാണ്. അല്ല, നമ്മൾ കൂടുതലൊന്നും എഫേർട്ട് എടുക്കേണ്ടി വരില്ല. ബട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വിചാരിച്ചാൽ അത് നമ്മൾ ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഉറപ്പായിട്ടുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാവർക്കും പോസിബിളായിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഏറ്റവും ആദ്യം തോട്ട്സിനെ മാറ്റുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് ആഗ്രഹങ്ങളെ മാറ്റുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. അസ്സലാമു അലൈക്കും.